ഹായ് ഹലോ ഐ എം ലക്ഷ്മി ഹിയർ. ഇന്ന് ഞാനൊരു സാധനം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കേട്ടോ. ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും, മോച്ചി. ഒരു ജാപ്പനീസ് റൈസ് കേക്കാണിത്. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ ഈ നമ്മുടെ ഈറ്റിംഗ് വീഡിയോ ഒരുപാട് കാണുന്ന ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതിലിങ്ങനെ കണ്ടിട്ടുണ്ട് ഈ ഒരു സംഭവം, മോച്ചി ഈറ്റിംഗ് വീഡിയോ എന്ന് പറഞ്ഞ് അടിച്ചാൽ അത് കാണുമ്പം തൊട്ട് എനിക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് കഴിക്കണമെന്നുള്ള, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ തിരഞ്ഞു പക്ഷെ എനിക്കത് കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഞാനത് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇതൊരു സ്ട്രോബെറി ഫ്ലേവറാണ്. എനിക്ക് കിട്ടിയിരിക്കുന്നത് സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് കേട്ടോ. ഇത് ജാപ്പനീസുകാരുടെ മെയിൻ ഫുഡാണത്. അവർ ഈ നമ്മുടെ റൈസ് അതായത് റൈസ് കേക്ക് എന്ന് പറയും അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വിപ്പിംഗ് ക്രീം പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അത് നിറയ്ക്കാൻ പറ്റും. ഗ്ലൂട്ടനോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈസാണ് ഈ സംഭവത്തിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്ലൂട്ടിനോസ് റൈസ് ഒരു പ്രത്യേക രൂപത്തിൽ പരുവപ്പെടുത്തിയെടുത്ത് നമ്മൾ ഇങ്ങനെ ഈ ചപ്പാത്തിക്ക് നമ്മൾ ഇതാക്കുന്നത് പോലെ തന്നെയാണ് അവർ ആക്കിയിട്ട് അതിനകത്തേക്ക് ഈ സംഭവങ്ങൾ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ക്രീമോ അങ്ങനെ, ഇതിപ്പോൾ ഐസ്ക്രീമാണ് ഇതിനകത്ത് ഫില്ല് ചെയ്തേക്കുന്നത്. ഞാൻ കാണുന്ന വീഡിയോസിലൊക്കെ പൊതുവേ ഈ റൈസ് ഒന്നിങ്ങനെ പതിഞ്ഞ് ഇരിക്കുന്ന ടൈപ്പാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടിരിപ്പുണ്ട്, കാരണം അത് അവർ ഫ്രീസറിലൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. മറ്റത് കുറച്ചുകൂടെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇത് സംഭവം എല്ലാം ഒന്ന് തന്നെയാണ്. ഇതിനകത്ത് ഐസ്ക്രീം വെച്ചിരിക്കുന്നു, മറ്റതിൽ അവർ ക്രീമോ അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. നമുക്കിഷ്ടമുള്ള ഫ്രൂട്ടോ അങ്ങനെ എന്തിൻ്റെ വേണമെങ്കിലും പേസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത്. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. ഞാനിങ്ങനെ എല്ലായിടത്തും ഇത് തിരയുമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ യൂട്യൂബിലാണ് ഈ മോച്ചി ഈറ്റിംഗ് വീഡിയോ കണ്ടിട്ട് അത് കണ്ട് അവസാനം ഭ്രാന്തായി. ASMR മോച്ചി ഈറ്റിംഗ് വീഡിയോ നിങ്ങൾ അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് ഇതൊന്ന് കിട്ടിയാൽ മതി തിന്നാനും തോന്നും. അങ്ങനെ ഞാൻ ഖത്തറിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് തിരഞ്ഞു. പക്ഷേ എനിക്ക് ഒരു സ്ഥലത്തും ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ ആക്കുക. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ തിരഞ്ഞു. പക്ഷെ എനിക്ക് സൂക്കിലൊരിക്കൽ ഞാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷെ അവിടെ ഭയങ്കര എക്സ്പെൻസ് ആയിരുന്നു. അതിന് ഒരു പീസിന് തന്നെ അവർ 50 റിയാൽ എന്തോ മേടിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ വെറുതെ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ കയറി പോയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളൊരു ഐസ്ക്രീം എടുത്തോളാം. അങ്ങനെ ഞാൻ ഒരെണ്ണം നോക്കിയപ്പോൾ അതെടുക്കാൻ വേണ്ടി കൈ ഇങ്ങനെ വെച്ചപ്പോഴാണ് മോച്ചി ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പാക്ക് കണ്ടത് കേട്ടോ. എൻ്റെ ദൈവമേ, എൻ്റെ കിളി പോയി. അപ്പോൾ തന്നെ കവറെടുത്തു. സംഭവം ഇതാണ്. നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയത്തില്ല. ആ ഫീലിങ്സ് ആണ് അല്ലേ, ആ ഫീലിങ്സ് ആണ് നമ്മളെ കൊണ്ട് അത് കാണാനും വീണ്ടും കാണാനും ഇത് കഴിക്കണമെന്ന് അവരാ കഴിക്കുന്ന ഒരു രീതി. അപ്പോൾ എന്തായാലും സംഭവം എനിക്ക് മോച്ചി കിട്ടി. ഇതൊരു ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷം എനിക്ക്. അപ്പോൾ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി. സൂപ്പർ, ഒരു രക്ഷയില്ല. നല്ല ടേസ്റ്റാണ് ഇത്. ഫില്ലിങ്സൊക്കെ ഐസ്ക്രീമാണ്, സ്ട്രോബെറിയാണ് ഇതിനകത്ത് ഫില്ല് ചെയ്തേക്കുന്നത്. ഇനിയൊരു ആഗ്രഹമുണ്ട്. ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. ഇതുപോലെ ഞാനിങ്ങനെ ഈറ്റിംഗ് വീഡിയോ കാണുന്ന ഒരാളാണേ. അപ്പോൾ യൂട്യൂബിൽ ഞാൻ കണ്ടായിരുന്നു മിട്ടി ഈറ്റിംഗ് വീഡിയോ, അതായത് നമ്മുടെ ചെളി സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടു. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും നിങ്ങൾക്ക്. ക്ലേ ഈറ്റിംഗ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കണ്ടോ, ചോക്ക് ഈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കാണുമ്പോൾ എനിക്ക് അതൊരു ഭയങ്കര ആഗ്രഹമാണ്. ഒരു തവണയെങ്കിലും അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ എൻ്റെ സലൂണിൽ ഒരുപാട് നോർത്ത് ഇന്ത്യൻസൊക്കെ വരാറുണ്ട്. ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അതും കിട്ടുമെന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇതെന്തായാലും സംഭവം പൊളിച്ചു. അപ്പോൾ എൻ്റെ ആ ഒരു ആഗ്രഹം സൂപ്പർ സാധനം കേട്ടോ.